ഹലോ ഹായ്. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ ഒന്ന് അമർത്തിക്കണം കേട്ടോ. ലൈക്കും കമൻറ്റും ഒന്നും ഇടാൻ മറന്നു പോകരുത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഇത് കൊട്ടാരക്കരയ്ക്കും പുത്തൂരിനും ഇടയിലുള്ളൊരു ഹോട്ടലാണ് കേട്ടോ. തട്ടകം എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ഇവിടുന്ന് നമ്മൾ ബിരിയാണി കഴിച്ചു, പിന്നെ ചപ്പാത്തി അതൊക്കെയാണ് കഴിച്ചത്. പക്ഷേ ബിരിയാണി വലിയ പോരാ എന്നെനിക്ക് തോന്നി കേട്ടോ. എന്നാലും നമ്മൾ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുവിധപ്പെട്ട കടകളൊന്നും തുറക്കത്തില്ല. പിന്നെ നമ്മൾ ഉള്ള ഫുഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ പോകാമെന്ന് വിചാരിക്കുന്നത് തെന്മലയിലോട്ടാണ്. തെന്മലയിൽ പാലരുവിയിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇപ്പം തന്നെ ഒരു ടൈം 2 മണിയായി കേട്ടോ. പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. പിന്നെ നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. എന്തോടാ വയ്യായ്മയോ എന്തോന്ന്? എന്നിട്ട് മുട്ടായി കഴിക്കുന്നുണ്ടല്ലോ. എന്തോന്ന്? അങ്ങനെ യാത്രയൊക്കെ പോകാൻ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കിടന്ന് കൂർക്കം വലിച്ച് കിടന്നുറക്കമാണ്. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ വൈബായിട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ തെന്മല റൂട്ടിൽ തന്നെ നമ്മുടെ ഈ ഒരു സ്ഥലത്ത്, ഈ സ്ഥലം മിക്കവാറും ഉള്ള എല്ലാവർക്കും അറിയായിരിക്കും. ഇതാണ് നമ്മുടെ ഷാരൂഖ് ഖാൻ്റെ ചെയ്യ എന്ന് പറയുന്ന പാട്ട് ഷൂട്ട് ചെയ്ത സ്ഥലം. അപ്പോൾ ഇവിടെയാണ് ആ പ്ലേസ് എന്നാണ്. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ആ പാട്ടൊക്കെ ഇട്ട് ഭയങ്കര ചില്ലായിട്ടാണ് പോകുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ പാലരുവിയിൽ ചെന്നു. പക്ഷേ പാലരുവി ചെന്നപ്പോൾ അവിടെ 4 മണിക്കാണ് ക്ലോസിങ് ടൈം. അതുകൊണ്ട് പാലരുവി കാണാൻ പറ്റിയില്ല. ഇതുവരെയായിട്ട് ഞാൻ പാലരുവിയിൽ കയറിയിട്ടില്ല. തെന്മല ഡാമിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്നാണ് പാലരുവി കയറാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ട് താമസിച്ച് വരാതെ കറക്റ്റ് 4 മണിക്ക് തന്നെ അവർ ക്ലോസ് ചെയ്യും കേട്ടോ. ഈ കാണുന്ന പാടകളുണ്ടോ, ഇവിടെയാണ് കറക്റ്റ് നമ്മൾ വരണം. നമ്മുടെ നാട്ടിൽ പണ്ടുള്ള ഒരു മൂടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇപ്പോഴത്തെ ആ ഒരു ഫീലാണ് നമ്മൾ ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് വേറെ. തമിഴ്നാടിൻ്റെ ഫീല് നല്ല ആസ്വദിക്കാൻ പറ്റുന്നത് ആ മല, ആ കുന്നൊക്കെ കണ്ടോ, നല്ല രസം ഇവിടെ വന്നിരിക്കുക. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. നമ്മൾ വൈകിട്ടൊരു വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വരണം. അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ തുമ്പപ്പൂ കണ്ടോ? തുമ്പപ്പൂ ആ പണ്ട് അവിടെ ഇങ്ങോട്ട് അടിപൊളി പൊളി സ്ഥലം കേട്ടോ. നല്ല വയല്. നമ്മളിപ്പം ആ തെന്മല വന്ന റൂട്ട് നമ്മുടെ ആര്യങ്കാവൊക്കെ കഴിഞ്ഞു. എന്നിട്ട് അടിപൊളി സൂപ്പർ ഒരു വയലിൻ്റെ നടുക്ക് കേട്ടോ. പണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇതുപോലെ വയലുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് വയൽ ഇത്രയും ഒരു ഇതിൽ കാണുന്നത്. അവിടെ നിന്ന് ഒരാൾ മൊങ്കൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. കുടിച്ചോണ്ടി അതെ കുടിച്ചോ. குடிங்க, மீதி இருந்தா அவங்க குடிக்கும். சும்மா போடுங்க. குடி கலையாத கோயில் பேர் திருமலை கோயில். இங்கேருந்து ஒரு 5-6 கிலோமீட்டர் செங்கோட்டை. செங்கோட்டையிலேருந்து லெஃப்ட் போனீங்கன்னா கோடு உண்டு. கோடுமலை கோயில் கோடு உண்டு. ஸ்ட்ரெயிட்டு போனால் அச்சன் கோயில், லெஃப்ட் போனால் திருமலை போகும். அச்சன் கோயில் கூட்டாது എന്നാ காந்தி அம்மா. എത്ര കൊള്ളാമോ? കുടിച്ചോ ജ്യൂസോ? താഴെ നിന്ന് കുടിച്ചേ. അമ്മ വീഡിയോ എടുക്കാം. അങ്ങനെ നമ്മൾ പാടത്തിൻ്റെ സൗന്ദര്യമൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ചേട്ടൻ നമുക്ക് നൊങ്ക് വേണമെന്ന് പറഞ്ഞ് വിളിച്ചത്. അവിടെ ചെന്നപ്പോൾ ഉണ്ട് 2-3 കുപ്പിയിൽ ഇങ്ങനെ കുലുക്കി ഏതാണ്ടൊക്കെ ഒഴിച്ചു തന്നു. എനിക്ക് വായി വെച്ചിട്ട് തുപ്പണോ ഇറക്കണോ? അഞ്ചേട്ടൻ പറഞ്ഞു കുടിച്ചോ എന്ന്. അവസാനമാണ് ഞാൻ പിന്നെ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് അത് പനങ്കള്ളാണ് കേട്ടോ. ഇവിടുന്ന് സാധനം വാങ്ങിക്കുമ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക, ഒടുക്കത്തെ പ്രൈസാണ്. ആ ഒരു 3 കുപ്പി അങ്ങാണ്ട് വാങ്ങിച്ചതിന് 480 രൂപയായി. പിന്നെ അവസാനം ഫ്രീ ആണെന്ന് പറഞ്ഞാണ് കുഞ്ഞിനൊരു ജ്യൂസ്
ജ്യൂസും എടുത്തു കൊടുത്ത്. അതുപോലെ തന്നെ ഈ നൊങ്ക് ഒട്ടും കൊള്ളത്തില്ലായിരുന്നു, പഴുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി കുറ്റാലത്തോട്ട് പോവാണ് കേട്ടോ. ആ ചേട്ടനാണ് പറഞ്ഞത് കുറ്റാലത്ത് നമുക്ക് 24 മണിക്കൂർ കൊണ്ട് നമുക്ക് പോയി കാണാമെന്ന്. അങ്ങനെ ഞങ്ങൾ കുറ്റാലത്തോട്ട് പോകുന്ന വഴിയാണ് കുറേ കുരങ്ങന്മാരെയൊക്കെ കണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നമ്മുടെ കുറച്ച് സാധനങ്ങൾ, നമ്മുടെ കഴിക്കുന്ന ആഹാര സാധനങ്ങൾ അവർക്ക് കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ അവർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു 2 പേർ കൂടെ ഫുഡ് കൊടുക്കാനുണ്ട്, അപ്പോൾ ഒരു 20 രൂപ വരാമെങ്കിൽ പുള്ളിയുടെ കയ്യിലുള്ളത് കൊടുക്കാതെന്ന് പറഞ്ഞാൽ അങ്ങനെ അവർക്കൊക്കെ ആഹാരം കൊടുത്തിട്ട് നമ്മൾ നേരെ കുറ്റാലത്ത് 5 ഫാൾസിലാണ് നമ്മൾ ആദ്യം പോയത്. അവിടെ 50 രൂപയാണ് ടിക്കറ്റ്. ഇതുപോലൊരു ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറ്റി വിടുന്നത്. അപ്പോൾ കയറി കഴിഞ്ഞു. അങ്ങനെ ഇത് നമ്മുടെ 5 ഫാൾസ്, അതായത് കുറ്റാലം കഴിഞ്ഞിട്ടാണ് 5 ഫാൾസ്. അങ്ങനെ നമ്മൾ 5 ഫാൾസിലോട്ട് പോകുന്ന വഴിയാണ്. പോകുന്ന വഴി നമുക്ക് കുറച്ച് മാങ്ങ, പൈനാപ്പിൾ ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഒരെണ്ണത്തിന് 20 രൂപയേ ഉള്ളൂ. അങ്ങനെ എവിടെ മാങ്ങ, പൈനാപ്പിൾ ഇതുപോലെ സാധനങ്ങൾ കണ്ടാലും നമ്മൾ വാങ്ങിക്കുമല്ലോ, അതാണല്ലോ മലയാളികളുടെ ഒരു പ്രത്യേകത. അങ്ങനെ ഇതൊക്കെ വാങ്ങിച്ചു. നമ്മൾ നേരെ ഇനി 5 ഫാൾസ് കാണാൻ പോകാം. അങ്ങനെ ഞാൻ കുളിച്ചില്ല. അവനാണെങ്കിൽ കുറേ നേരം ഇങ്ങനെ വെള്ളത്തിലൊക്കെ കളിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് വെള്ളം കുറവാണ് കേട്ടോ, കണ്ടോ. പക്ഷേ വെള്ളമൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ്. കുറച്ചും കൂടെ ഒക്കെ വെള്ളം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. പിന്നെ പകൽ സമയത്ത് വരുവാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ കാണാൻ. നമ്മൾ ഈ രാത്രി വന്നതുകൊണ്ട് ഒരുമാതിരി ഇരുട്ട് മൂടി ഇങ്ങനെ ഇരിക്കുവാണ്. ഇനി നമുക്ക് നേരെ കുറ്റാലത്തോട്ട് പോകാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. കുറ്റാലം കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ 5 ഫാൾസിലോട്ട് വരേണ്ടത്. പക്ഷെ നമുക്ക് വഴി തെറ്റിയില്ല. ഞങ്ങൾ കുറ്റാലത്തോട്ട് കയറാതെ സ്ട്രെയിറ്റ് ഇങ്ങ് പോരുന്നു. അപ്പോൾ അവരാണ് പറഞ്ഞത് ഇവിടെ 5 ഫാൾസ് ആണെന്ന്. അങ്ങനെ ഇവിടെ കുറച്ച് നേരം നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അതിനോട് ചേർന്നതാണ്ട് ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കൂടുതലും കുരങ്ങന്മാരാണ്. അതുകൊണ്ട് നമ്മുടെ ഫോണ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ സൂക്ഷിക്കുക. ഇവരെപ്പോഴാണ് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരുപാട് നേരമൊന്നും നിന്നില്ല, കുറച്ച് നേരം നിന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി പോവാണ്. അപ്പോൾ പോകുന്ന വഴി നമുക്ക് ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം 10 രൂപ മുതൽ സ്റ്റാർട്ടിങ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് 10 രൂപയ്ക്കൊന്നും കിട്ടത്തില്ല. എല്ലാത്തിനും അത്യാവശ്യം നല്ല വിലയാണ്. കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടം ആയിക്കോട്ടെ, ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ആയിക്കോട്ടെ. പിന്നെ എല്ലാത്തിനും തമിഴ്നാട് ചുവയുള്ള സാധനങ്ങളാണ്. അതായത് കുപ്പിവളകൾ, മാലകൾ, നമ്മുടെ പഴയ മാലകൾ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഈ ലാവണ്ണി, എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ഇത് നമ്മൾ പഴയ ഒരു ഞങ്ങളൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ ഇത് ഭയങ്കര ഫേമസ് ആയിരുന്നു. ഈ ലാവണ്യ എന്ന് പറയുന്ന ഈ ഒരു റോസ് ചെപ്പിനകത്തുള്ളത്. അതായത് അത് ചോക്ലേറ്റിൻ്റെ ഒരു പൗഡറാണ്. അത് ഇച്ചിരി തൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ചോക്ലേറ്റിൻ്റെ മണമാണ്. പക്ഷെ ആ ഒരു സാധനം ഇപ്പം എത്ര നമ്മൾ വാങ്ങിച്ചാലും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ്. എനിക്ക് ആ ഒരു മണം ഇപ്പം തോന്നിയിട്ടേ ഇല്ല. ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ കുറേ കുപ്പിവളകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ്. പണ്ട് കുപ്പിവള ഇടുന്നത് ഭയങ്കര ഒരു പട്ടുപാവാടയുടെ ഒക്കെ കൂടെ ഭയങ്കരമായിട്ട് കുപ്പിവളയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ വളകളേ ഇടാറില്ല ഞാൻ. പിന്നെ വാങ്ങിച്ചാലും 1 2 3 4 5 എണ്ണം. ഓക്കെ. പിന്നെ നമുക്കിവിടെ കുറേ പഴയ സാധനങ്ങൾ കിട്ടും കേട്ടോ. നമ്മൾ പണ്ട് പഠിച്ചിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന പേനകൾ, പിന്നെ കുറേ അങ്ങനത്തെ കുറേ പഴയ നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഒരുപാട് സാധനങ്ങൾ ഞാനിവിടെ കണ്ടു കേട്ടോ. അതായത് ഞാൻ ആ ഞെക്കടിക്കുന്ന പേന പണ്ടുണ്ടായിരുന്ന 5 പേന ഒരു സെറ്റിനകത്ത് ഞങ്ങളൊക്കെ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുള്ളതായിരുന്നത്. അത് നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കണ്ണാടിയൊക്കെ ഇട്ട് കുറച്ച് ഷോയൊക്കെ കാണിച്ച് ഞാനൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് അവൻ ഫോട്ടോ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ കാരണം ഭയങ്കരമായിട്ട് വിഷം. ഞങ്ങൾ ഉച്ചയ്ക്ക് ആ ബിരിയാണി കഴിച്ചിട്ട് പോയതാണ്. പിന്നെ ഒന്നും കഴിച്ചില്ല. അങ്ങനെ ഇപ്പി ഉണ്ടായിരുന്നു. അങ്ങനെ ചൂട് ഇപ്പി കഴിക്കാമെന്ന് വിചാരിച്ച് ചേട്ടനോട് പറഞ്ഞ് ചേട്ടാ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ ഇപ്പി പറഞ്ഞു.
അങ്ങനെ നമ്മുടെ ഇപ്പി മസാലയൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മുട്ട ഓംപ്ലേറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല അടിപൊളി കാട ഇരിക്കുന്ന കേട്ടോ. അങ്ങനെ കാടമുട്ട ബുൾസൈ തരാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ ഇതുപോലൊരു സ്റ്റിക്കിനകത്ത് ഇങ്ങനെ 5 മുട്ടയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഹാഫ് ബോയിൽ ചെയ്ത് ഇങ്ങനെ തരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു ഇത് കഴിക്കാൻ, ഒരു വെറൈറ്റി ടേസ്റ്റ്. നമ്മുടെ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിരുന്നു കഴിക്കാൻ. അതിൻ്റെ കൂടെ സോസുണ്ട്, പിന്നെ നമ്മുടെ മയോണൈസ്. ഞാൻ മയോണൈസ് ഒന്നും കഴിച്ചില്ല, പക്ഷേ ഞാൻ കഴിക്കത്തില്ല. ഞാനിതൊന്നും അങ്ങനെ കഴിക്കുന്ന ആളല്ല. എങ്ങനെ കഴിക്കുന്നത് ചൂട് കൊണ്ട്. അതിനുശേഷം പിന്നെ അങ്ങോട്ട് തുരുതുര കടകളാണ് കേട്ടോ. ഒരു കടയിൽ കയറിയപ്പോൾ ഇതേപോലെ നമ്മുടെ റിമോട്ടിൻ്റെ കവർ കണ്ടോ. പണ്ട് നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ടായിരുന്നു ഇതേപോലത്തെ റിമോട്ടിൻ്റെ കവർ. ഇപ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പൂപ്പനൊക്കെ ഇത് പഴകുന്നത് വരെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു കേട്ടോ ആ റിമോട്ടിൻ്റെ കവർ. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ നടക്കുന്ന സൈഡിലാണ് കേട്ടോ. ഒരു സൈഡിൽ മൊത്തം ഇതുപോലെ കഴിക്കുന്ന ഫുഡ് ഐറ്റംസുകളാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ലൈവായിട്ട് നമ്മുടെ ചിപ്സുകൾ ഉണ്ടാക്കുന്ന കുറേ സെൻ്റർ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു എന്തായാലും ചിപ്സ് നമുക്കൊന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലോ. അങ്ങനെ താണ്ട് ചൂട് ചിപ്സാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടാണ് ഇവിടുത്തെ ചിപ്സിന്. അതുപോലെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് അവരുണ്ടാക്കുന്നത്. അവിടെ ഇരുന്ന് തന്നെയാണ് അവർ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ ചിപ്സൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ നേരെ കുറ്റാലത്തോട്ടാണ് പോയത്. കുറ്റാലത്തിൻ്റെ ഒരു എൻട്രൻസ് ആണിത് കേട്ടോ. അപ്പോൾ ഇവിടെയും ഉണ്ട് നമുക്ക് 50 രൂപ ഒരു എൻട്രൻസ് ഫീ ആയിട്ടുണ്ട്. അതൊക്കെ അടച്ചതിന് ശേഷം നമ്മൾ കുറ്റാലത്തെത്തി. ഇതൊക്കെ പകൽ സമയത്ത് വന്ന് കാണണം കേട്ടോ. പിന്നെ ഉള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റാലത്ത് ഒട്ടും വൃത്തിയില്ലാത്തൊരു ഏരിയയാണ് കുറ്റാലം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒട്ടും നീറ്റ്നെസ് അല്ല. പിന്നെ എന്താ പറയുക, വഴിയോരത്ത് കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് രാവിലെ വന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ നല്ലതാണ്. അടിപൊളിയാ. തുറക്കണേ, ഓടിയത് തുറക്കടി അങ്ങോട്ട്. 4 മണിക്ക് പോയതുപോലെ ഒന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ കുറ്റാലത്തിലെ അമ്പലം. അപ്പോൾ അത് നമ്മൾ കുറ്റാലം കണ്ടു കഴിഞ്ഞിട്ട് കുറച്ച് ഇപ്പുറത്തായിട്ടാണ് ഈ അമ്പലം ഉള്ളത്. തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മൊത്തം കൊത്തുപണികളുള്ള അമ്പലങ്ങളാണ് കേട്ടോ. ഇവർക്ക് വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. അപ്പോൾ നമ്മൾ അമ്പലവും കണ്ട് അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ, നൈറ്റ് ആണെങ്കിലും. പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് ചേർന്ന് കുറച്ച് പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഇതേപോലുള്ള അരിവാൾ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം നമ്മളതിനകത്തൊരു അരിവാൾ എടുത്തപ്പോഴത്തേക്ക് അവർ കേരളക്കാരാന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വാങ്ങിച്ചു നോക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.